കോഴിക്കോട് വേങ്ങേരി സ്വദേശി ഷെഫീഖിന്റെ വീടിന് സമീപം മണ്ണിടിഞ്ഞ സംഭവത്തിൽ ഇടപെടൽ നടത്തി കോഴിക്കോട് കോർപ്പറേഷൻ. ഷെഫീഖിന് എല്ലാവിധ സഹായവുമായി കോഴിക്കോട് കോർപ്പറേഷൻ ഉണ്ടാവുമെന്ന് മേയർ ഒ സദാശിവൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസത്തെ കനത്ത മഴയിലാണ് പ്രൊവിഡൻസ് വനിതാ കോളേജിന്റെ മതിൽ തകർന്നു വീണ് മണ്ണിടിച്ചിലുണ്ടായത്. കോഴിക്കോട് വേങ്ങേരി നമ്പിക്കുളങ്ങര നേതാജി വായനശാലയ്ക്ക് സമീപമുള്ള വീടിന് നേരെയാണ് മതിൽ തകർന്ന് മണ്ണിടിഞ്ഞു വീണത്. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടുകൂടിയാണ് സംഭവം. പ്രൊവിഡൻസ് വനിതാ കോളേജിന്റെ മതിലാണ് തകർന്നു വീണത്. മണ്ണിടിച്ചിൽ നിന്ന് പരിക്കു പറ്റാതെ മോചിതനായത് ഇപ്പോഴും വിശ്വസിക്കാൻ സാധിക്കുന്നില്ലെന്ന് ഷെഫീഖ് PV കൈരളി ന്യൂസിനോട് പറഞ്ഞു. പുറത്ത് നിന്ന് നോക്കുമ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു, അതിലാണ് ഇവിടെ ഇടിഞ്ഞു വീണ് കിടക്കുന്നത്. അത് 2 മിനിറ്റിൻ്റെ സെക്കൻഡ് കൊണ്ടാണ്, ഞാൻ അതിൻ്റെ ഉള്ളിൽ പെട്ടുകൊണ്ട് സംഭവം. ഈ കോളേജിൻ്റെ ഇത് മുമ്പ് ഒരു 40 വർഷം മുമ്പ് ഇവിടെ ഒരു തവണ ഇടിഞ്ഞിരിക്കണേ, 40 വർഷമായി. അപ്പോൾ അവരോട് രാവിലെ ഞാൻ സംസാരിച്ചപ്പോൾ നിങ്ങൾ മണ്ണെടുത്തിട്ടല്ലേ എന്ന് ചോദിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷന്റെ ഭാഗത്ത് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ സഹായവും ഉണ്ടാവുമെന്ന് സ്ഥലം സന്ദർശിച്ച ശേഷം മേയർ ഒ സദാശിവൻ ഷെഫീഖിനും കുടുംബത്തിനും ഉറപ്പു നൽകി. ഉണ്ടാവുന്ന നഷ്ടങ്ങളോ മറ്റൊക്കെ ഉണ്ടോ എന്നുള്ളത് വിലയിരുത്തി തഹസിൽദാർക്ക് റിപ്പോർട്ട് ചെയ്യാം. എന്നിട്ട് അതിനൊരു ശാശ്വത പരിഹാരം എന്നുള്ള നിലയ്ക്ക് പ്രൊവിഡൻസ് കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്താമെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞിരിക്കുന്നു എന്താണ് കോർപ്പറേഷൻ്റെ സഹായം മേയർ എന്നുള്ള നിലയ്ക്ക് വേണ്ടത്, അതെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നു. തങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കണമെന്നും സുരക്ഷാ ഭീതി കെട്ടാൻ പ്രൊവിഡൻസ് വനിതാ കോളേജ് അധികൃതർക്ക് ഉത്തരവാദിത്വമുണ്ടെന്നും ഷെഫീഖിന്റെ സഹോദരി റഹിയ പറഞ്ഞു. പഴയ ഏതോ കാലം മുന്നുള്ളൊരു ചുമരാണ്, ആ ചുമര് പൊതിർന്ന് ഇടിഞ്ഞതാണ്. അതിനൊപ്പം മണ്ണും ചുമരിൻ്റെ കൂടെ ഇങ്ങോട്ട് തള്ളിയതാണ്. ഇനിയും വലിയൊരു ഭീഷണി ഉണ്ട്, ഒരു വീടിൻ്റെ മുകളിലേക്ക് വരുന്നൊരു ചുമരുണ്ട്. തൊട്ടടുത്ത് ഇതുമാതിരി ഒരു കോൺക്രീറ്റിൻ്റെ വലിയൊരു കെട്ടുണ്ട്, അതുപോലെ പ്രൊവിഡൻസ് കോളേജ് ചെയ്തു തരണം. കൈരളി ന്യൂസ്, കോഴിക്കോട്.